ചോദിച്ചില്ലേ? അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എന്നെടുത്തോട്ടെ, എത്ര കാലം മുമ്പ് എടുത്തോട്ടെ, നിനക്കെന്ത് കാര്യം ശരീരമേ? നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ. നിനക്കെന്ത് ഉപകാരം അതുകൊണ്ട്? ഇതിന് പകരം നിനക്ക് സുന്നത്ത് നോമ്പ് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റൂ എന്ന് ഒരൊറ്റ ചോദ്യത്തിന് പകരം ഒരു വർഷം നോമ്പെടുപ്പിച്ച മഹാനാണ് ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹ്. ഇപ്പൊ എന്താ നമ്മൾ പറയാ? ഇവരൊക്കെയാ വലിയ ഈ ദീനിന്റെ മഹത്തുക്കൾ. ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ. നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. വിചാരണ ചെയ്യണം. അനാവശ്യമായി ചോദിച്ചത് പോലും തെറ്റായി പോയല്ലോ. ശിക്ഷയാണ്. എന്താ ശിക്ഷ എന്നറിയോ? ഒരു കൊല്ലം നീ സുന്നത്ത് നോമ്പെടുക്കുക, ഒരു വർഷം. എന്തിന്? ഈ വീട് ഇപ്പൊ എന്നാ ഉണ്ടാക്കിയതെന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്. ഗീബത്ത് പറഞ്ഞതിനല്ല, നമീമത്ത് പറഞ്ഞതല്ല, ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല, ഒരൊറ്റ ചോദ്യം. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കഥയുണ്ട്. മഹാന്മാരായ സ്വഹാബികളിൽ ഒരാൾ തന്റെ വസ്ത്രം മുഴുവനും മാറ്റിവെച്ച് അവർത്ത് മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണൽ ഇങ്ങനെ ഉരുണ്ടു മറിയുന്നുണ്ട്. ശരീരമേ നീ ആസ്വദിക്ക്, നരകത്തിന് ഇതിനേക്കാളും ചൂടുണ്ട്, നരകത്തിന് ഇതിലേറെ ചൂടുണ്ട്, നീ അങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇങ്ങനെ ഉരുട്ടുന്നു. അജീഫത്തും ബില്ലൈൽ ബത്വാലത്തും ബിന്നഹാർ. രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ നീ. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, രാത്രി നന്മ ചെയ്തിട്ടില്ല, ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടില്ല, സൂറത്തു തബാറക് ഓതിയിട്ടില്ല, സൂറത്തു സജദ ഓതിയിട്ടില്ല. അജീഫത്തും ബില്ലൈൽ, രാത്രി നീ ഇങ്ങനെ ശവമായി കിടക്കുകയും ബത്വാലത്തും ബിന്നഹാർ, പകലിലാണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ, ഈ നരകത്തിന്റെ ചൂട് ഇതിനേക്കാളും വലുതാണ്, ഭൂമിയിലെ ചൂട് നീ ഒന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞത് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉരുണ്ട് ശരീരത്തോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങപ്പുറത്ത് ഒരു തണലിൽ നിൽക്കുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുറബ്ബിയാണ്, നബിയാണ്, മുസക്കിയാണ് അഷ്റഫുൽ ഖൽഖ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഗലബത്നി നഫ്സി, ഗലബത്നി നഫ്സി. നബിയേ, ഞാൻ പിടിച്ചെടുത്ത് എന്നെ കിട്ടുന്നില്ല നബിയേ, എന്റെ ശരീരം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അലം യകുല്ലക ബുദ്ദുൻ മിനല്ലദീ സനഅത്. നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നുവോ? നിങ്ങളുടെ ഈ വിചാരണ കാരണം അമാ ഖദ് ഫുതിഹത് ലക അബ്വാബുസ് സമാ, ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ. വലഖദ് ബാഹല്ലാഹു ബികൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ലാഹു നിങ്ങളെ കുറിച്ച് അഭിമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തത് അല്ലാഹുവിന് വളരെ ഇഷ്ടമായി. എന്തൊരു വിചാരണ! അവിടുത്തെ സ്വഹാബിനോട് പറഞ്ഞു, തസവ്വദൂ മിൻ അഖീകും, നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ട് പഠിച്ചോളൂ, ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ, പാഥേയമുണ്ടാക്കിക്കോളൂ. തസവ്വദൂ, കണ്ടു പഠിക്കുന്ന ഈ സഹോദരനെ. അപ്പൊ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി, പിന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. വേറൊരാൾ വരുന്നു, ഫജഅല അർ-റജൂലു യഖൂൽ ഉദ്ഉ ലീ, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. ദുആ ചെയ്യാൻ നമ്മളൊക്കെ വസിയത്ത് ചെയ്യൂലേ? ഇതുപോലെ സ്വഹാബത്ത് മുഴുവനും വസിയത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഉമ്മഹും, എല്ലാവർക്കും വേണ്ടി ഒന്ന് തഅമീം ചെയ്ത് ദുആ ചെയ്യിൻ, എല്ലാവർക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കിൻ. സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന സംഭവം മഹാനായ ഇബ്നു അബി ദുനിയ തന്നെ അവരുടെ ഹദീസിൽ മുഹാസബത്തുൻ നഫ്സിൽ എന്ന ബാബിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നുണ്ട്. ആ സ്വഹാബി ദുആ ചെയ്തു കൊടുക്കുന്നു, അല്ലാഹുമ്മ ജഅലിത് തഖ്വാ സാദഹും, അല്ലാഹുമ്മ ജഅലിത് തഖ്വാ സാദഹും, അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള ഭയഭക്തി ഇവർക്കൊക്കെ ഭക്ഷണമായി കൊടുക്ക്. ഭക്ഷണം എന്താ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി. വജ്മഅ അലൽ ഹുദാ അംറഹും, സന്മാർഗത്തിലേക്ക് അവരെ ചേർത്തി കൊടുക്കല്ലാഹ്.
അല്ലാഹുമ്മ ജഅലിത് തഖ്വാ സാദഹും, അല്ലാഹു നമുക്കും തഖ്വ ഭക്ഷണമാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅലിത് തഖ്വാ സാദഹും വജ്മഅ അലൽ ഹുദാ അംറഹും, സന്മാർഗ്ഗത്തിലേക്ക് അവരെ ചേർത്തേണമേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ സദ്ദിദ്, അല്ലാഹുമ്മ സദ്ദിദ്, അല്ലാഹുമ്മ സദ്ദിദ്ഹു. പടച്ചവനെ ഈ ചെറുപ്പക്കാരനെ നേർവഴിയിൽ പിടിച്ചു നിർത്തണേ അല്ലാഹ്, നേർവഴിയിലാക്കണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുമ്മ ജഅലിൽ ജന്നത മആബഹും. മറ്റൊരു ദുആ, പടച്ചവനെ ഇവർക്കൊക്കെ എത്തിച്ചേരുന്ന വീട് സ്വർഗമാക്കി കൊടുക്കല്ലാ, കത്തിജ്വലിക്കുന്ന നരകമാക്കല്ലേ അല്ലാ, സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ദുആ ചെയ്തു കൊടുക്കുക. അല്ലാഹുമ്മ ജഅലിൽ ജന്നത മആബഹും. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആമീൻ പറഞ്ഞു അവിടുത്തെ സ്വഹാബികൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ദേഹം ചെയ്ത മഹത്വം എന്താണെന്നറിയോ? മണലിലൂടെ ഉരുണ്ടു പോവാണ്, ഉരുണ്ടിട്ട് നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന് ഇതിനേക്കാളൊക്കെ ചൂടുണ്ട് ശരീരമേ. രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ, പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ, പകലിൽ ബത്വാല ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണല്ലേ, രാത്രി ശവം പോലെ കിടന്നുറങ്ങാണല്ലേ, നീ അനുഭവിക്കേ എന്ന് പറഞ്ഞ് ശരീരത്തെ വിചാരണ ചെയ്യുന്ന സ്വഹാബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചെയ്ത ഈ ഒരു വിചാരണയിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ദിവസവും നമ്മുടെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കിടക്കേണ്ടത്? അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് സെക്കൻഡുകളാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കാം, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ. റഹ്മാനായ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. നേരം പുലരുകയാണല്ലേ, നേരം പുലരുമ്പോ എന്താ ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ആർക്കും ഇത് അറിയില്ല എന്ന് വിചാരിക്കുക. ഉണർന്ന ഉടനെ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ, നീ എന്നെ വിട്ടില്ലേ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അങ്ങനെ കിടന്നുറങ്ങിയവനാണ് മുസ്ലിം. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി അല്ലാഹ്. അല്ലദീ അഹ്യാനാ, നീയാണല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കി വിട്ടത്. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം. ഞങ്ങൾ മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ, ഓർമ്മ ഉണ്ടായിട്ടില്ല എവിടെയാണ് ഞാനെന്ന്. നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നല്ലേ പറയാ. അല്ലാഹുവേ നീ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ. വഇലൈഹിൻ നുശൂർ, ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ഓടാൻ പോവല്ല, അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും വഇലൈഹിൻ നുശൂർ, അവസാനത്തെ മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ. നിനക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല, നീ എന്നെ പിടിക്കും. പക്ഷെ ഇന്ന് നീ എന്നെ വിട്ടെന്നില്ലേ. അൽഹംദുലില്ലാഹ് 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 എന്ന് ചൊല്ലാതെ മക്കൾ ഉണരരുത്. ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങിയെണീക്കാൻ, തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കാണ് കുഞ്ഞിനെ. ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അൽഹംദുലില്ലാഹ്. കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്, ഉമ്മ പറയണം ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് അല്ലാഹുവേ ബിസ്മിക റബ്ബി, നിന്റെ നാമത്തിൽ എന്റെ ശരീരം ഞാൻ കിടത്തുകയാണ്. അല്ലാഹ് വദഅതു ജംബി, എന്റെ പാർശ്വഭാഗം, എന്റെ സൈഡ് എന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിന്റെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ. നീ എങ്ങാനും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ അല്ലാഹുവേ എനിക്ക് എന്റെ ശരീരത്തെ ഉയർത്താൻ പറ്റൂ. നീ എന്റെ റൂഹിനങ്ങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹാ, എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ ചൊല്ലി കിടക്കുന്നത് എന്തൊരു ദിക്റാണ്.
വഇൻ അർസൽതഹാ, നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ, ഉറക്കത്തിന് എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ, ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ എന്നെ. നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ ചെയ്യുന്ന പണിയാക്കി തരണമേ. അങ്ങനെ പറഞ്ഞു കിടന്നതാ. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് കിടന്നുറങ്ങാൻ പോകുമ്പോ വുദൂ ചെയ്യണമെന്ന് പറയാൻ കാരണം. ഇദാ അതൈത മദ്ജഅക ഫതവല്ല വുദൂഅക ലിസ്സലാഹ്, നിസ്കരിക്കാൻ എന്ന വെണ്ണം നീ വുദൂ ചെയ്തിട്ടേ കിടന്നുറങ്ങാൻ പോകാവൂ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാൾ സംശയം, അല്ല ഉസ്താദേ, ഈ കല്യാണം കഴിച്ചവരൊക്കെ ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദൂ എടുത്ത് പോയിട്ട് എന്താ തൊട്ടാ ഒന്ന് മുറിയില്ലേ? നമ്മൾ ഷാഫി മദ്ഹബ് അതല്ലേ? ആ മുറിയും. അപ്പൊ എന്റെ ചോദ്യം, അല്ല ഉറങ്ങിയാ മുറിയില്ലേ? ആ ഉറങ്ങിയാലും മുറിയും. പിന്നെ എന്തിനെ വുദൂ എടുക്കാൻ പറഞ്ഞത്? ഉറക്കത്തിലായി വുദൂ വേണമെന്നല്ലല്ലോ ഹബീബ് പറഞ്ഞു. ഇദാ അതൈത മദ്ജഅക, കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് വുദൂ വേണം. മതി. അപ്പൊ വുദൂ ഉണ്ടോ? വുദൂ എടുത്തിട്ടാണോ വന്നത്? മതി. പിന്നെ മുറിഞ്ഞു, ഉറപ്പല്ല ഉറങ്ങിയാ മുറിയുന്നു. ഇതിനൊന്നും കുഴപ്പമില്ല. നീ കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ വുദൂ വേണം. നിന്റെ കടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ വുദൂ ചെയ്യണേ. തവല്ല വുദൂഅക ലിസ്സലാഹ്. എന്തിനാന്നറിയോ? അല്ലാഹുവിന്റെ മാലാഖമാർ ഉറക്കത്തിലെങ്ങാനും റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വുദൂ ചെയ്ത ശരീരത്തിൽ നിന്നാണത് കൊണ്ടുപോകുന്നത്. ആ ശരീരത്തിന് പുണ്യമുണ്ട്, ആ മരണത്തിന് ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കും. എണ്ണീറ്റ് കഴിഞ്ഞു, ബാത്റൂമിലേക്ക് പോണല്ലേ? ഏത് കാലം ഉള്ളിലേക്ക് വെക്കേണ്ടത്? ഇടത് കാലം. നമുക്കറിയാലോ. തിരിച്ചു വരുമ്പോ വലത്ത് കാലം. വസ്ത്രം മാറുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോ ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം? വലത് ഭാഗത്ത് നിന്ന്. ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈയുണ്ട്. വസ്ത്രം അഴിക്കുമ്പോ ഇടത്തെ കൈ ആദ്യം അഴിക്കുക, ഇടത് കാൽ ആദ്യം അഴിക്കുക, ഇടത് ഷൂ ആദ്യം ഊരുക. ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം. ഇതൊക്കെ സുന്നത്തല്ലേ? മുടി വാർന്നു വെക്കുകയാണ്. ആണും പെണ്ണും മുടി വാരുന്നുണ്ട് അല്ലേ? മല്ലഹു ശഅറൻ ഫൽയുക്രിം. ആർക്കൊക്കെ മുടിയുണ്ടോ അവരാ മുടിയെ ബഹുമാനിക്കണമെന്ന്. ആ മുടിയെ ഒന്ന് മാന്യമായി കൊണ്ടടക്കണം. മുടി വാർന്നു വെക്കണം. വാർന്നു വെക്കുമ്പോ വലത് ഭാഗം തുടങ്ങുക, പിന്നെ ഇടത് ഭാഗം. കുളിക്കാൻ വേണ്ടി കയറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കണ്ട, വലത് സൈഡിലേക്ക് ആദ്യം ഒഴിക്കുക. തലയിന്റെ വലത് ഭാഗം, ഇടത് ഭാഗത്തേക്ക് പിന്നെ. അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഹിബ്ബു തയാമുൻ ഫീ ശഅനിഹി കുല്ലിഹി ഫീ തനഉലിഹി വതറജ്ജുലിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും, മുടി ചീകി വെക്കുമ്പോൾ പോലും വലത് ഭാഗം മുന്തിക്കൽ ഇഷ്ടമായിരുന്നു എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ. ദിവസം ആരംഭിക്കുകയാണ്. സുന്നത്തുൽ ഫജ്ർ ഉണ്ട്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേൽക്കൽ. വളരെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ചെന്നൊരിക്കൽ പറഞ്ഞു പോയിട്ടുണ്ട്, അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? സുബ്ഹിന്റെ മുമ്പാണ്. തഹജ്ജുദ് നിസ്കരിക്കണില്ലേ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു തമാശയിൽ ഒരു മറുപടി പറഞ്ഞു അവിടെ. അതാണ് വലിയ രസം. അലാ തുസല്ലിയാൻ, നിസ്കരിക്കണില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ അൻഫുസുനാ ബിയദില്ലാഹ്, നമ്മുടെ ശരീരത്തിന്റെ റൂഹുകളൊക്കെ അല്ലാഹുവിന്റെ കയ്യിലല്ലയോ നബിയേ? ഫഇദാ ശാഅ യബ്അഥഹാ ബഅഥഹാ, ആ റൂഹ് അല്ലാഹു തന്നാലല്ലേ നബിയെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തരാൻ എങ്ങനെ എഴുന്നേൽക്കുക? ആര് പറഞ്ഞു? അലി റളിയല്ലാഹു തആല. തമാശ പറഞ്ഞതാ, മോശനല്ലേ? എഴുന്നേൽക്കാൻ കുറച്ച് വൈകി പോകുന്നുണ്ടാവും. പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ഉറക്കത്തിന് എഴുന്നേൽക്കണമെങ്കിൽ റൂഹ് കിട്ടേണ്ടത് അല്ലാഹു പിടിച്ചു വെച്ചതല്ലേ, അല്ലാഹു തന്നാലല്ലേ. ഫസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കേട്ടു. വഹുവ യഖൂൽ വയദ്രിബു അലാ ഫഖദിഹി, നബി തങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, കാലിന്റെ തുടയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞ വാക്കാണ്, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണല്ലോ. മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണ്. എഴുന്നേൽക്കാൻ നബിയെ, ഞാൻ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു വിട്ടാലല്ലേ നബി എഴുന്നേൽക്കാൻ പറ്റുള്ളൂ.
അതിൽ ഹഖീഖത്തുണ്ട് അതിൽ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നുവല്ലോ. അലി തങ്ങൾ എഴുന്നേൽക്കാറുണ്ട്, ഫാത്തിമ ബിബിയും എഴുന്നേൽക്കാറുണ്ട്. യാ അലിയു യാ ഫാത്തിമ ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈൻ ഖബ്ല ഫജ്ർ, ഫജ്റിന്റെ മുമ്പ് 2 റകഅത്തെങ്കിലും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു പോകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും ഇദാ ഹുവ നാമ 3 ഉഖദ്, 3 കെട്ടുകൾ പിശാച് തലയിൽ കെട്ടിവെക്കും. യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും, 3 നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. 3 നോട്ട്സ്, നോട്ട് എന്ന് പറഞ്ഞാൽ KNOT, 3 കെട്ടുകൾ. ചെറിയ കുട്ടികളെ കണ്ടാ പേടിച്ചു പോകുന്നത്, വലിയവരൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥമാണ് പറയുന്നത്. 3 നോട്ട്സ്, 3 കെട്ടുകൾ. നിങ്ങൾ ഉറങ്ങിയാൽ പിശാച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. നേരം വെളുത്ത് മടിയനാകുന്നത് എങ്ങനെയാണ്, നേരം വെളുത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് പഠിപ്പിച്ച ഹദീസാണിത്. മുത്തഫഖുൻ അലൈഹി, ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നിങ്ങൾ ഉറങ്ങുമ്പോ 3 കെട്ടിടുന്നുണ്ട് പിശാച്. ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ നോട്ട്സ്, നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ്. അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, നീ ഉറങ്ങിക്കോ, ഒരുപാട് നേരം ഇനിയുണ്ട്, നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഒരുപാട് നേരമുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കാണും, ഒരു 3 മിനിറ്റ് എങ്ങനെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്ലീപ് സ്ലീപ്, യു ഹാവ് നോ ടൈം ടു സ്ലീപ്, ഗോ ബാക്ക് ടു സ്ലീപ്, ഗോ ബാക്ക് ടു, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറയും. വലിയ അത്ഭുതം. ഖളായി കഴിഞ്ഞാൽ എഴുന്നേൽക്കും ചെയ്യും അങ്ങനത്തെ ആൾക്കാർ. അതുവരെ ഉറങ്ങും. ഖളായി 1 മിനിറ്റായി അപ്പോഴെഴുന്നേറ്റു, ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കാരം ഖളായല്ല, നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ഉണരുകയും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ അതിലെ ഒരു കെട്ടങ്ങട്ട് അഴിയും, ഒരു കെട്ടഴിയും. എന്താ ചെയ്യണം? എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ഫഇൻ തവല്ല, വുളു എടുത്താൽ 2ാമത്തെ കെട്ടഴിഞ്ഞു, 3ാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം. നിസ്കാരം കൂടെ കഴിഞ്ഞാൽ 3 കെട്ടുമഴിയും. 1 അഴിയാൻ ദിക്ർ ചൊല്ലണം, 2ാമത്തേത് അഴിയാൻ വുളു എടുക്കണം, 3ാമത്തേത് അഴിയാൻ നിസ്കരിക്കണം. ഈ 3 കെട്ടും അഴിഞ്ഞാൽ ആ ദിവസം അവൻ ഉന്മേഷവാനാണ്. ത്വയ്യിബൻ നഫ്സ്, മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ. വഇല്ലാ, ഈ 3 കെട്ടുകളും അഴിഞ്ഞിട്ടില്ല. ഉണർന്നപ്പോ ആകെ പറഞ്ഞത് ഉമ്മ ചായ തരുന്ന, ആദ്യം പറഞ്ഞത് അതാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, വുളു എടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനായി മോശപ്പെട്ടവനായി മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അയാൾ എഴുന്നേൽക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിന്റെ ആരംഭം ഉന്മേഷം വേണോ? അത്രേ വേണ്ടൂ. നമുക്ക് റെഡ് ബുൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ദിക്ർ ചൊല്ലി വുളു എടുത്തു, നിസ്കരിച്ചു. ആ ദിവസം പെർഫെക്റ്റ്. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബി, ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാണ്, ഉറക്കോട് ഉറക്കാൻ, ഹത്താ യുസ്ബിഹ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണരുള്ളൂ. അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ്. ഫഖാൽ, എന്താ മറുപടി എന്നറിയോ? ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ. നേരം പുലർന്നിട്ടാണ്, സുബഹി ഖളാ ആയിട്ടാണ് ഒരാൾ എഴുന്നേൽക്കുന്നത്, ചെവിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട് പിശാച് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് പറയാൻ, ഇനി ലോകത്തെ എനിക്ക് സന്തോഷം തരാൻ ബാക്കിയുള്ളത് 3 വിഷയങ്ങളെ ഇനി സന്തോഷം തരുന്നുള്ളൂ. മൊബൈൽ ഫോണല്ല, കാറല്ല, വീടല്ല, ജോലിയല്ല, ഒന്നുമല്ല. എന്താ സന്തോഷം എന്നറിയോ? ലോകത്തെ വലിയ സന്തോഷം ഖിയാമുൽ ലൈൽ, രാത്രിയുള്ള ആ ഒരു നിസ്കാരം, അതിന്റെ ഒരു സന്തോഷം. രാത്രിയിലെ നിസ്കാരം. വലിഖാഉൽ ഇഖ്വാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ്, അല്ലാഹുവിലേക്ക് സഹായിക്കുന്നവർ. കള്ളുടിക്കാൻ കൊണ്ടുപോകുന്നവരല്ല, തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് കൊണ്ടുപോകുന്നവരല്ലേ, അല്ലാഹുവിൽ സഹായിക്കുന്ന കുറെ സുഹൃത്തുക്കൾ.
വസ്സലാത്തു ഫിൽ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കലും, ജമാഅത്തായുള്ള നിസ്കാരം, നല്ല മുഅ്മിനീങ്ങളായ കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ രാത്രിയിലെ നിസ്കാരം. ഇത് മൂന്ന് മാത്രമാണ് ഇനി ലോകത്ത് ആനന്ദമായി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. ആനന്ദം പറയണം, നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേൽക്കണം. മുസ്ലിമിൻ ഈ ചെയ്യുന്ന പണി ഇന്ന് യൂറോപ്യന്മാർ ചെയ്യുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അതൊക്കെ നിർത്തിവെച്ചു. ഏറ്റവും കൂടുതൽ നിശാ ക്ലബ്ബുകളും അതുപോലെയുള്ള രാത്രി ഉറക്കഴിക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉള്ളത് ഇന്ന് അറബ് മുസ്ലിം ഗൾഫ് രാജ്യങ്ങളിലാണ്. പറയാതിരിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ രീതി, നമ്മുടെ ഡയറ്റ് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. എന്നാ സുബഹിക്ക് എഴുന്നേറ്റു, ഈ നാസ്ത കഴിച്ചോ, നിസ്കാരം കഴിഞ്ഞു, ആ നേരത്തെ നാസ്ത കഴിച്ചു. കാരണം ഫാസ്റ്റ് ചെയ്യല്ലേ, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ. നമ്മുടെ നാസ്തയുടെ പേരെന്താ? ബ്രേക്ക്ഫാസ്റ്റ്. നോമ്പിന് എന്താ പറയാ ഇംഗ്ലീഷില്? ഫാസ്റ്റിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നോമ്പിനെ മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ തിന്നാതെ ഭക്ഷിക്കാതെ കിടന്നതല്ലേ, അതുകൊണ്ട് ആ നോമ്പിനെ മുറിക്കുകയാണ്. ആരെ പറ്റി പറയണത്? രാത്രി 11 മണിക്ക് 10 തിന്ന് കിടന്ന മനുഷ്യനെ കുറിച്ചല്ല ഈ പറയണത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ തിന്നൂല രാത്രി. ഇദാ ഹദറത്തിൽ ഇശാഉ വൽ അശാ ഫബ്ദഉ ബിൽ അശാ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാന് വാങ്കൊടുത്തും ചെയ്തു, അശാ വരികയും ചെയ്തു. അശാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ, രാത്രി ഭക്ഷണം. ഇശായിന് വാങ്കൊടുത്തു, അശാ വന്നിട്ടുണ്ട്, ഭക്ഷണമുണ്ട്, വിശക്കുന്നുണ്ട്. ഭക്ഷണം കാണുമ്പോ പിന്നെ അങ്ങ് തിന്നാലോ എന്ന് തോന്നുന്നുണ്ട്, എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യാണ്. അങ്ങനെ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. നിസ്കാരത്തിൽ ഭക്ഷണത്തെ പറ്റി ഓർക്കരുത്, നിസ്കാരത്തിൽ അള്ളാഹിനെ പറ്റിയാ ഓർക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇശാ നിസ്കാരത്തോടുകൂടെ ഡിന്നർ കഴിയണം. നിസ്കാരത്തിന്റെ മുമ്പ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞു, പിന്നെ ഒന്നും തിന്നില്ല, വേണമെങ്കിൽ വെള്ളം കുടിച്ചോ. ളുഹർ നിസ്കാരത്തോടുകൂടെ ലഞ്ച്, അസ്ർ നിസ്കാരത്തോടുകൂടെ ഒരു സ്നാക്ക്, മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു, ആ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി നേരം പുലരുന്നവരെ ഫാസ്റ്റിംഗ് ആണ്, അത് ബ്രേക്ക് ചെയ്യലാണ് ഈ ബ്രേക്ക് ഫാസ്റ്റിംഗ്. ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ. ദുഹാ നിസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ ഓതി പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞവരെ ഉദ്ദേശം 20 minutes ആഫ്റ്റർ സൺറൈസ്, അത്രയും 20 മിനിറ്റ് ഉദയം കഴിഞ്ഞു കടന്നാൽ 2 റക്അത്തുകളായി ദുഹാ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറന്റെ കൂലി. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സുയാമു 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ, എല്ലാ അറബ് മാസത്തെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ളുഹാഇന്റെ 2 റക്അത്ത് മുടങ്ങാതെ നിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ കൂടെ നിസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സിദ്ധമായ ഹദീസാണ്. കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഊരവേദന, കൈവേദന, മുട്ടുകാല് വേദന, എന്തൊക്കെ വേദനകളാണ്. ഇതിനൊക്കെ മരുന്ന് വേണ്ടേ? ദുഹാ നിസ്കാരം അതിന്റെ മരുന്നാണ്. എത്ര പൈസ നമ്മൾ അരിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതില്ലേ ദുഹാ നിസ്കരിക്കാതെ. നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ, ജോയിന്റുകൾ, അതിനൊക്കെ പകരം അല്ലാഹുവിന് സ്വതക്ക കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ജോയിന്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ ശരീരത്തിലെ? മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല, നമ്മുടെ നെർവുകൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകൾ ഒക്കെ കൂടിയാൽ 360 ജോയിന്റ്സ്, 360 ജോയിന്റുകൾ ഉണ്ടെന്ന. നമ്മളൊരു റുക്കൂഇലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുക്കൂഅ് ചെയ്യാൻ, ഊര വളയാൻ. ഊരവേദന വരുമ്പോഴേ മുഅ്മിനെ റുക്കൂഅൊന്നും വേദന ഇല്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദനയില്ല. നമ്മൾ സുജൂദ് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടുകയാണ് സുജൂദ് കഴിഞ്ഞിട്ട്. എന്താണ് ആ സുജൂദ്?
അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ? നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അല്ലാഹു വെച്ച 360 ജോയിന്റുകൾക്ക് 360 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഒരു ദിവസം. ഇപ്പൊ സ്വഹാബികൾ പൊന്നാര നബി അതിന് മാത്രം പൈസ ഞങ്ങളെ കയ്യിലില്ലല്ലോ, 360 സ്വതക്കേ. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, ഓരോ സുബ്ഹാനല്ലാഹും സ്വദഖയാണ്. 360 എങ്കിലും ചൊല്ലി. കുല്ലു തഹ്മീദത്തിൻ സ്വദഖ, എല്ലാ അൽഹംദുലില്ലയും സ്വദഖയാണ്. പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയത് പൈസ ഉള്ളവർക്കും പറ്റിയത് സ്വദഖയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സ്വദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 360 തവണ നിങ്ങൾ ചൊല്ലിയേക്കണം. കുല്ലു തക്ബീറത്തിൻ സ്വദഖ, എല്ലാ അല്ലാഹു അക്ബറും സ്വദഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സ്വദഖ, ഒരു നന്മ ചെയ്യാൻ പറയുന്നത് സ്വദഖയാണ്. അങ്ങനെ 360 കൊടുക്കിൻ. വനഹിയുൻ അനിൽ മുൻകരി സ്വദഖ, ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സ്വദഖയാണ്. 360 തവണ ചെയ്യുന്നത് ഒരു ദിവസം. വയുജ്സിഉ മിൻ ദാലിക, ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വദഖക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട്. റക്അതാനി യർകഉഹുമാ മിനൽ ളുഹാ, ളുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഈ 360 കളിപ്പുകൾക്കുള്ള സ്വദഖക്ക് തുല്യമാണ്. 2 റക്അത്ത് ളുഹ ഇതുവരെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും 2 റക്അത്ത് കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ പടച്ചതമ്പുരാനിലേക്ക് അടുക്കുന്നില്ല. നമ്മുടെ VK അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞില്ലേ, ഇങ്ങനധികം വലിയ വലിയ വേളൊക്കെ നടന്നിട്ട് മാറ്റം കാണില്ലല്ലോ. ആൾക്കാർ പഴയ പോലെ ഇന്നലെ വേള ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ ഈ മാറ്റം കാണുന്നില്ലല്ലോ. വലിയൊരു വിഷയമാണ്. എന്തേ കാരണം എന്നറിയോ? നമ്മളെ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല. നമ്മളങ്ങനെ പാടി പോകുന്നുണ്ട്, ഉസ്താദ് പാടുന്നുണ്ട്, നമ്മളെ തല ആട്ടുന്നുണ്ട്, ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടില്ല വിഷയം. അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല, ഉടച്ചവനിലേക്ക് മനസ്സ് കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മുടെ കൂടെ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ കണ്ഠനാടിയേക്കാളും അരികത്ത് അള്ളാഹു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ. അള്ളാഹു കൂടല്ലേ? അള്ളാഹു കൂടെ ഇരിക്കുന്നില്ലേ? 360 ജോയിന്റുകൾ, ശരീരത്തിന്റെ ജോയിന്റുകൾ, അവിടെ വേദനയില്ലാതെ അള്ളാഹു നിന്നെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് 1500-2000 രൂപ അല്ലേ? നിനക്ക് 60 വയസ്സാകുന്നവരെ, നിങ്ങൾക്ക് 70 വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്ന അള്ളാഹുവിന് എന്ത് കൊടുത്തു ഫീസ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും വുളു ഉണ്ടായിരിക്കുക ദിവസം മുഴുവനും. ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം. വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ, വുളു ചെയ്യാതെ പോകല്ലേ. ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത്. നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ? മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാൻ, ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ, വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയ തിരക്കാണ്, പേടിപ്പിക്കുന്ന ഓട്ടങ്ങളാണ്. ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ്. ആരും ആരെയും പേടിപ്പിക്കുന്ന രീതി വണ്ടി ഓട്ടലുകൾ. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വർഗ്ഗം കണ്ട് തിരിച്ചു വന്നപ്പോ, യാ ബിലാൽ ഇബ്നു റബാഹ്, ഞാൻ അവിടെ ഒരു കാലൊച്ച കേട്ടു എന്റെ പിന്നിൽ. ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. സ്വഹാബികളൊക്കെ ചോദിച്ചു, ബിലാൽ നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും കാണാത്തത്, ഞങ്ങൾക്കറിയാത്തത്. നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ?
മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, ഞാൻ എപ്പോഴും വുളു കൊടുക്കും. വുളു കൊടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം എപ്പോഴും വുളു മുറിഞ്ഞോ ബാത്റൂമിൽ പോയോ വേഗം വുളു കൊടുത്ത് വരാം. സോക്സമ്മ തടവേ വുളു ശരിയാവൂലേ? പൊന്നാര മുഅ്മിനീങ്ങളെ, ഖുഫമ്മ തടവാൻ പറ്റും, സോക്സ് ഖുഫയല്ല. ഖുർആന്റെ നിയമമാണത്. അപ്പൊ രാവിലെ നേരം വെളുത്തു, ദുഹ നിസ്കരിച്ചു, വുളുവോടുകൂടെ പോവാണ്. അപ്പൊ നാസ്ത കഴിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, ചായ കുടിക്കണ്ടേ? ഇവിടെ എല്ലാ നാട്ടിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം വലിയൊരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ ത്വയ്യിബാത്തെ തിന്നാവൂ, നന്മയെ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു പഠിപ്പിക്കുകയാണ്. കുലൂ മിനത് ത്വയ്യിബാത്, ഹലാൽ മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരമുള്ളത്, ജങ്ക് ഫുഡ് അല്ല, നിങ്ങൾക്ക് എനർജി നൽകുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണം ഹലാലിൽ നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലൂ സ്വാലിഹാ, എന്നിട്ട് നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാം. അപ്പൊ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹലാലായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹലാലായെങ്കിലേ കർമ്മങ്ങൾ നന്നാവുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സൽക്കാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലെ സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് കല്യാണോ സൽക്കാരം നടത്തുന്ന പരക്കാരുണ്ടോ? പൊന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പലിശയുടെ ഏർപ്പാട് ഹറാമാണ്. എന്തിനും പലിശ, എന്തിനും പലിശ. എങ്ങനെയാ നാട്ടിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നാട്ടിലെ ഭക്ഷണം ത്വയ്യിബാവുക? നമ്മളൊക്കെ ചെന്ന് കഴിക്കുന്നുണ്ട്, എന്താണ് എന്റെ ഹാലെന്ന് അല്ലാഹു ആലം. പലിശയുടെ ബാങ്ക് ജോലികൾ, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ, പണയം വെക്കുന്നത് കുറ്റകരമല്ലേ, ഹറാമല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവുകയുള്ളൂ. കുലൂ മിനത് ത്വയ്യിബാത്, അല്ലാഹു ഹലാലാക്കിയത് തിന്നാ മതി, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കലാ നല്ലത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞ കാലത്ത് വിവരല്ലാതെ ബോധമില്ലാതെ ലോൺ എടുത്തിട്ടുണ്ട്, പലിശ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാഹു പുറത്തു തരട്ടെ. കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോളി. അല്ലാഹുവിനോടും റസൂലിനോടും ചെയ്ത യുദ്ധമാണ് പലിശ. കൊണ്ടുവരുന്ന പൈസ ഹലാലാവണം. നമ്മുടെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ, അവിടെ ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുന്ന സമയം ഭർത്താക്കന്മാരോട് പറയാറുള്ള വാക്ക്, യാ സാഹിബദ്ദാർ, എന്റെ ഭർത്താവേ, ഇത്തഖില്ലാഹ് ഫീ ഇയാലിക്, മക്കളെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഹലാലല്ലാത്ത പൈസ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. നഹ്നു നസ്ബിറു അലൽ ജൂഅ്, വിശന്നിട്ട് ദുനിയാവിൽ കടക്കാൻ എനിക്കും മക്കൾക്കും പറ്റും, പക്ഷേ വലാ നസ്ബിറു അലാ ഹർരി ജഹന്നം, അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഹറാമിന്റെ പൈസ എന്റെ വീട്ടിലേക്ക് കൊണ്ടുതരല്ലേ എന്ന് പറയുമായിരുന്ന ഭാര്യമാർ, ഇത് പറയുമായിരുന്ന ഉമ്മമാർ. നഷ്ടപ്പെട്ടില്ലേ? എങ്ങനെ നന്മ ഉണ്ടാവുക? ഹറാമാണ്. ഒരാൾ ചിന്തിക്കൂല, ഞാൻ എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കിയത്, ഹലാലാണോ ഹറാമാണോ എനിക്കുണ്ടായ പൈസ എന്ന്, പൈസ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന കാലം വരാനുണ്ട്. മുഅ്മിനെ, നമ്മുടെ കാലത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? മുഖത്ത് പ്രസരിപ്പ് വേണോ? ഹൃദയത്തിൽ ഈമാൻ വേണോ? സഹോദരി, നീ ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ടതില്ല നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ. മുഖത്തെ സൗന്ദര്യം അല്ലാഹു തരുന്നത് നദ്റ, ആ ഒരു ശോഭ കിട്ടണമെങ്കിൽ മന്നകലൽ ഹലാല 40 യൗമൻ, 40 ദിവസം ഒരാൾ ഹലാൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നവ്വറല്ലാഹു ഖൽബഹ, അല്ലാഹു ആ ഹൃദയത്തിന് പൊലിമ കൊടുക്കും, പ്രകാശം കൊടുക്കും. വഅജ്റാ യനാബിഅൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി, അല്ലാഹുവിന്റെ ഇൽമിന്റെ തത്വജ്ഞാനത്തിന്റെ ഉറവകൾ ഖൽബിൽ അല്ലാഹു അണപൊട്ടുകയും ഖൽബിലേക്ക് അല്ലാഹു ചൊരിച്ചു കൊടുക്കുകയും അത് നാവിലൂടെ പുറത്തു വരികയും ചെയ്യും. 40 ദിവസം, മിനിമം 40 ദിവസത്തെ ഒരു എക്സർസൈസ് ഹലാലെ തിന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പ്രസരിപ്പ് വരും, ശോഭ വരും, അല്ലാഹു പ്രകാശം തരുമെന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിശ്റുൽ ഹാഫിയോട് ചോദിച്ചു, മഹാനായ ബിശ്റുൽ ഹാഫിയോട്, മിൻ ഐന തഅകുൽ, എവിടുന്നാണ് തിന്നുന്നത്? നമ്മളൊക്കെ മാർക്കറ്റിലുള്ള ഭക്ഷണം തന്നെ ഞാനും തിന്നുന്നത്. ഹലാലും ഹറാമും എല്ലാം മിക്സ് ആവുന്ന മുഷ്തബിഹായ മുതലുള്ള ലോകമാണ്, അങ്ങനത്തെ മാർക്കറ്റാണ് നമ്മുടെ അങ്ങാടികളൊക്കെ. പക്ഷെ അവര് പറഞ്ഞു, ലൈസ മൻ യഅകുലു വഹുവ യബ്കി കമൻ യഅകുലു വഹുവ യദ്ഹകു, ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുതല് കരഞ്ഞുകൊണ്ട് തിന്നുന്നതും
ഹറാമാണെന്ന് ഉറപ്പുള്ളത് ഹലാലാണോ എന്ന് സംശയമുള്ള മുതല് ചിരിച്ചുകൊണ്ട് തിന്നുന്നതും ഒരുപോലെയല്ലല്ലോ. ഞാൻ തിന്നുന്നത് കരഞ്ഞുകൊണ്ടാണെന്ന് ബിശ്റുൽ ഹാഫി റഹ്മഹുല്ലാഹ്. കരഞ്ഞിട്ട് തിന്നാണ്, ഹലാലാണോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഇത് ചിരിച്ചു തിന്നുന്നവരില്ലേ, ചിരിച്ചു തിന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ KFC-കാരൊക്കെ ചെല്ലുന്ന ചിക്കൻ ഹലാലാണെന്ന് ഉറപ്പിട്ട മുമ്പിനെ എനിക്കറിയില്ല. ഹലാൽ കട്ട് എന്നൊക്കെ പറയും. എന്തായി കട്ട്? ഒരു വിചാരം കഴുത്ത് മുറിച്ച ഹലാലാവുന്ന, അത് മുറിക്കുന്ന ആള് മുസ്ലിം ആവണം എന്നുള്ള ഷർത്തും പറഞ്ഞ പോൽക്കുണ്ടോ? അല്ലാഹു ആലം. ജങ്ക് ഫുഡിലേക്ക് ഓടുക ചെറുപ്പക്കാർ. അതുകൊണ്ട് ചിക്കനും ബ്രോസ്റ്റൊക്കെ ഉള്ളത് മുസ്ലിം നാടുകളിലും മുസ്ലിം മഹല്ലുകളിലൊക്കെ ഇത് വിജയിക്കുള്ളൂ, മുസ്ലിം പോക്കറ്റുകളിൽ വിജയിക്കുള്ളൂ. എന്നല്ലാതെ ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് ബ്രോസ്റ്റ് കട കൊണ്ടിട്ട പൊട്ടി പോകേണ്ടി വരും. നമ്മുടെ ചെറുപ്പക്കാരെ പോയി കഴിക്കുന്നത് ഹലാലാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ടേസ്റ്റ് മാത്രം. നല്ല ഫുഡാണ് ഇതേ നമ്മൾ പറയുള്ളൂ. ഹലാലാണോ അത്? ഹലാലാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാവിലെ നാസ്ത കഴിച്ചു. നമ്മൾ നാസ്തയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പാല് കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ടവരുടെ ഖാദിം പാല് കൊണ്ടുവന്നു. അവരുടെ ഒരു അബ്ദ് അടിമയുണ്ട്. ആ അടിമ ചെയ്യുന്ന കസ്ബ് മുതലാളിക്ക് ഹലാലാണ്. അപ്പോ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കൊണ്ടുവന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇങ്ങനെ ചോദിച്ചു. എപ്പോഴും ചോദിക്കും, പിന്നെ എന്നും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്ന് ചോദിച്ചില്ല. പിന്നെ ചോദിച്ചു, അല്ല, നിങ്ങളാ കൊണ്ടുവന്ന പാല് എവിടുന്ന് കിട്ടിയതായിരുന്നു? സിദ്ദീഖ് എന്നവരെ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കൈനോട്ടക്കാരനാണ്, ജോത്സ്യപ്പണി ചെയ്യുന്ന ആളാണ്, ഫോർച്യൂൺ ടെല്ലറാണ്, ഭാവി പറയുന്ന ആളാണ്, ഭൂതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട് ജാഹിലിയ കാലത്ത്. അങ്ങനെ ഒരു കൂട്ടർക്ക് ഞാൻ ഇത് കൈരേഖ പറഞ്ഞു കൊടുത്തതിന്റെ സമ്മാനം നൽകിയ ഒരാടുണ്ടായിരുന്നു. ആ ആടിന്റെ പാലാണത്. എന്ത് ചെയ്യും? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാല് കുടിച്ചു ഒരല്പനേരം കഴിഞ്ഞിട്ടുണ്ട്. വായിലേക്ക് വിരല് വെച്ച് ഒന്നാകെ ഛർദിച്ചു. മരിച്ചു പോകുമോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുമാർ ഛർദിച്ച് മുഴുവൻ പാലും പുറത്തെടുക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇന്നി അഅ്തദിറു ഇലൈക്, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ. മിമ്മാ ഹമലത്തിൽ ഉറൂഖ്, ഞാൻ ആ കുടിച്ച പാലിൽ എന്റെ വയറിന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ഞരമ്പുകൾ വലിച്ചെടുത്തതുണ്ട്. അതൊന്നും ഛർദിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാഹ്, നീ എനിക്ക് മാപ്പ് തരണം. എന്റെ ആമാശയത്തിലേക്ക് പടർന്നു പിടിച്ച ആമാശയത്തിന്റെ വക്കുകളിൽ പറ്റിപ്പിടിച്ച പാലിന്റെ അംശങ്ങൾ നീ എനിക്ക് പുറത്തു തരണം അല്ലാഹ്. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഛർദിച്ചു, ഇനി ഉണ്ടാവുമല്ലോ അല്പാൽപ്പം അതിന്റെ അകത്ത്. എനിക്ക് കുടിക്കാൻ പാടില്ലാത്തത്, കൈരേഖ നോക്കുന്നതോ, അതിന് കൂലി വാങ്ങുന്നതോ, അത് കാണാൻ പോകുന്നതോ, കേൾക്കാൻ പോകുന്നതോ, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നതോ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാല് കുടിച്ചപ്പോ ഛർദിക്കാൻ മുഅ്മിനെ നമ്മളൊക്കെ ആലോചിക്കണ്ടേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ അന്നൊരിക്കൽ സ്വതക്കയുടെ സകാത്തിന്റെ മുതലിൽപ്പെട്ട ഒട്ടകത്തിന്റെ പാല് ബൈ മിസ്റ്റേക്ക് ഒരാൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെയാണ് അറിഞ്ഞത് സ്വതക്കയുടെ പാലാണെന്ന്. ഛർദിച്ച് മുഴുവൻ പുറത്തെടുത്തു. മഹാനായ സാനിൽ ഖുലഫാ മുദ്ഹിറിൽ അജായിബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യഖ്ബലുല്ലാഹു സ്വലാത ഇംറിഇൻ ഫീ ജൗഫിഹി ഹറാം. ഹറാമായ ഭക്ഷണം അകത്തു ചെന്നവൻ, കള്ളുവലിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അതൊക്കെ പിന്നെ എത്ര ഗൗരവമാണ്. നാസ്ത കഴിച്ചതാ, കൊണ്ടുവന്ന പൈസ ഹറാമിന്റെ പൈസയാണ്. പലിശയുമായി ജോലി ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണേ. ഹലാലിലേക്കൊരു മാറ്റം അല്ലാഹുവേ തരണേ എന്ന് ചോദിക്കണം. ചോദിച്ചോ, ഹൃദയത്തിൽ ഉള്ളിൽ തട്ടി ചോദിച്ചോളൂ, അല്ലാഹു തരും, ഉറപ്പാണ്. അതല്ലാതെ ഇത്ര ജോലി പിന്നെ ബാങ്ക് ജോലിന് വേറൊന്നും എനിക്ക് കിട്ടൂലല്ലോ അങ്ങനെ ചിന്തിച്ചോ, നാളെ നരകത്തിലേക്ക് ഒരുങ്ങിക്കോ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
ലാ യഖ്ബലുല്ലാഹു സ്വലാത ഇംറിഇൻ, ഒരു മനുഷ്യൻ എത്ര കുത്തിമറിഞ്ഞ് നിസ്കരിച്ചാലും ആ നിസ്കാരം അല്ലാഹുവിന് വേണ്ട തന്നെ ഫീ ജൗഫിഹി ഹറാം, അവന്റെ ഉള്ളിൽ കടന്നു ചെന്നത് ഹറാമാണെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഹദീസാൻ, ഇന്നർ റജുല ലയുജറു, ഒരു മനുഷ്യന് കൂലി ലഭിക്കുന്നുണ്ട്, ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹാ ഇലാ ഫീഹി. റബ്ബേ, എന്തൊരു ഹദീസാണ്! വായിലേക്ക് ഓരോ കഷ്ണം ഭക്ഷണം എടുത്തു വെച്ചാൽ ആണിനും പെണ്ണിനും അതിൽ കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇലാ ഫിംറഅതിഹി, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്താലും ഭർത്താവിന് കൂലിയുണ്ട്, ഭർത്താവ് സ്വന്തം വായിലേക്ക് വെച്ചാലും കൂലിയുണ്ട്. കല്യാണം കഴിക്കാത്തവൻ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാണ്ട് ബിസ്മി ചൊല്ലി കഴിക്കണം, ഇതേ കണ്ടീഷൻ. ഓരോ ഉരുളയിലും കൂലുണ്ട്. അത് വിചാരിച്ചിട്ട് വയറ് നിറയെ തിന്നാൻ പറ്റുമോ? അത് പറ്റില്ലേ. ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നാത്ത വിഭാഗമാണ് നമ്മളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശക്കുന്നവരെ ഭക്ഷിക്കരുത്, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷിക്കാം. വലാ നഅകുലു ഹത്താ നശ്ബ, വയറ് നിറയുന്നവരെ തിന്നാത്തവരുമാണ് നമ്മൾ. നഹ്നു ഖൗമുൻ, നാം ഒരു വിഭാഗമാണ്. എന്താ ഹദീസ്? ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നരുത്, വയറ് നിറയാൻ നിൽക്കരുത്. ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ടായിരിക്കെ കൈയെടുക്കണം. കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കേണ്ട. ഉമ്മാരൊക്കെ പറയും, എന്റെ കുട്ടി തീരെ തിന്നൂല ഡോക്ടറെ, അല്ലെ? ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ ഡോക്ടറെ കൊണ്ട് ഉമ്മാരെന്താ പറയാ? പിന്നെ എന്താ കുഴപ്പം ഉമ്മ? കുട്ടി ഒന്നും തിന്നൂല. കുട്ടിക്ക് വേണ്ടെങ്കിലല്ലേ കുട്ടി തിന്നാതിരിക്കണത്. ഇമാം അൽ-ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മമാരെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കണ്ടില്ലേ, അവനെ പോലെ അവൻ വാരി വലിച്ച് തിന്നണില്ല, അവനെ പോലെ ആവണമെന്ന്, കുട്ടിക്ക് വയറ് നിറച്ച് തിന്നരുതെന്ന് ഉമ്മാര് പഠിപ്പിച്ചു കൊടുക്കണം എന്നാ. നമ്മൾ നേരെ മറിച്ച്, അവനെ കണ്ടില്ല, അവന്റെ പള്ളന്റെ വലുപ്പം കണ്ടോ, നീ അതേപോലെ തിന്ന്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളെ കുട്ടിക്ക് വിശന്നാൽ ഉമ്മ വിശക്കണുണ്ട് എന്ന് പറഞ്ഞ് നേരെ വരും മുമ്പിലേക്ക്. അതുവരെ വെയിറ്റ് ചെയ്യും, ബേജാറാവില്ലേ, കുട്ടി മരിക്കൊന്നുമില്ല. ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നരുതെന്നും തിന്നുമ്പോൾ വയറ് നിറക്കരുതെന്നും പറഞ്ഞ സമൂഹമാണ് നമ്മളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഭക്ഷണത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലയോ, അവൻ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു കൊണ്ടുവന്ന അനുഗ്രഹമല്ലേ നിന്റെ മുമ്പിലുള്ള ഓരോ വറ്റും, ഓരോ ഭക്ഷണവും, ഓരോ ഭക്ഷണത്തിന്റെ അംശവും അല്ലാഹു ചെയ്ത നിഅമത്തല്ലേ. കൈ കഴുകണം, കഴിയുമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വുളു ഉണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ വുളു ഉള്ള അവസ്ഥയിലാണ്, പിന്നെ കുഴപ്പമില്ല. വുളു ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം നീങ്ങിപ്പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണിത്. ഇമാം തബറാനി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. അൽ വുദൂഉ ഖബ്ല അത്'ആം യൻഫിൽ ഫഖ്റ ഖബ്ല അത്'ആം വ ബഅദഹു. വുദൂ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല പ്രയാസമുണ്ടോ? വുദൂ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത്രയേ വേണ്ടുള്ളൂ. ഭക്ഷണത്തിന്റെ അദബുകളിൽ പെട്ടതാണ് ഭക്ഷണം സുഫ്രയിൽ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്ന തീന്മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. പക്ഷെ തീന്മേശ ഉണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഇരുന്നു, ടേബിളിലിരുന്നു, ചെയറിലിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അദബ് എങ്ങനെയാണ്? താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കല. ഭക്ഷണം കഴിക്കേണ്ട ഇരുത്തല്ലേ, നല്ല മനോഹരമായ ഇരുത്തം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. ആ ഇരുത്തത്തെ സംബന്ധിച്ച് കാന യജ്ലിസു അലാ ബത്നി ഖദമിഹി വയൻസിബു റിജ്ലഹുൽ യുംന. നബി തങ്ങൾ താഴെ ഇടതുകാല് താഴെ വെച്ച് ആ കാൽപാദത്തിന്റെ ഉള്ളിൽ ഇരിക്കും, എന്നിട്ട് വലതുകാല് നിവർത്തി വെക്കും. ഈ ഇരുത്തമാണ് ഏറ്റവും സുന്നത്ത്.